ഗസയിൽ വെടിനിർത്തൽ ലംഘിച്ച വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ്. 24 ഫലസ്തീനികളെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തി. വെടിനിർത്തൽ എന്ന പേരിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല എന്ന് ഹമാസ് അമേരിക്കയെ അറിയിച്ചു. അപ്പോൾ വിവരങ്ങൾക്കായി നമുക്ക് BK സുഹൈലിലേക്ക് പോകാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുഹൈലാണ് ചേരുന്നത്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ഗസയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സംഭവിച്ചത് വെടിനിർത്തൽ ഒരു പേരിന് മാത്രമാണെങ്കിലും നിരവധി ആളുകൾ ദിവസവും കൊല്ലപ്പെട്ടു എന്ന വാർത്തയോടെയാണ് പ്രഭാതം തുടങ്ങാറുള്ളത്. ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഹമാസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ്. പക്ഷേ അമേരിക്കയുടെ അടക്കം മൗനസമ്മതത്തോടുകൂടി നടക്കുന്ന ഈ ആക്രമണങ്ങളെ അമേരിക്കന് തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ടോ? ഇനി ഗസയിലെ വെടിനിർത്തൽ ഭാവിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും മറ്റ് സംഭവവികാസങ്ങൾ കൂടി പ്രതീക്ഷിക്കേണ്ടത്? സുഹൈൽ. ഗുഡ് മോർണിംഗ് ജെൽസി. നൗഫൽ, 342 പേരെയാണ് ഈ 6 ആഴ്ചക്കിടെ ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഒരു ഭാഗത്ത് വെടിനിർത്തൽ എന്ന് പറയുന്നു, മറുഭാഗത്ത് അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 24 പേർ കൊല്ലപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. 87 പേർക്ക് ജീവച്ഛവമായി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുകയാണ്. ഈ കൊല്ലപ്പെട്ട 24 പേരിൽ കുട്ടികൾ കൂടിയുണ്ട്. ഗസ സിറ്റിയിലാണ് ഒന്നാമത്തെ ഒരു ആക്രമണം ഉണ്ടായത്. അവിടെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ 21 പേർ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു ആക്രമണം ഉണ്ടായത് ദൈറുൽ ബറായിലാണ്. ദൈറുൽ ബറായിലെ ഒരു വീട്ടിലാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ എല്ലാം സാധാരണക്കാരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് മപ്പുറത്ത് ഒരു ഹമാസ് ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ്. ഇത് അവിടെ നിന്നുള്ള സാധാരണ പ്രവർത്തകർ പറയുന്നത്, സാധാരണ ആളുകൾ പറയുന്നത് ഒരു പ്രീടെക്സ്റ്റ് നേരത്തെ തയ്യാറാക്കുന്നു. അതായത് ഇസ്രായേലി സേനയ്ക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തി അതിനെ തടയിടാനാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ള ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വീണ്ടും പറയുന്നത് ഇത് ഹമാസിന് നേരെയുള്ള ആക്രമണം മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം ആളുകളെ നോക്കുകയാണെങ്കിൽ അത് കുട്ടികളാണ്, സ്ത്രീകളാണ്. അപ്പോൾ ഹമാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഈ രൂപത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് മധ്യസ്ഥർ വഴി അമേരിക്കയെ ഹമാസ് അറിയിച്ചിരിക്കുകയാണ്. കാരണം വെടിനിർത്തൽ എന്ന പേരിൽ 6 ആഴ്ച പിന്നിട്ടു. 6 ആഴ്ചക്കിടെ 342 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന വലിയൊരു സംഖ്യ തന്നെയാണ്. അത് ഒറ്റ ദിവസം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 20-ലധികം വരുന്ന ആളുകൾ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇസ്രായേലിന് വേണ്ടതെല്ലാം ഒരു ഭാഗത്ത് നടക്കുകയും അതിന് വെടിനിർത്തൽ എന്ന് വിളിക്കുകയും ചെയ്യുന്നത് ഇനി അനുവദിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ്. നേരത്തെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, ഹമാസ് വെടിനിർത്തൽ അവസാനിപ്പിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. പക്ഷേ അതിലൊരു ക്ലാരിറ്റി ഹമാസ് വരുത്തിയാണ്. ഇപ്പോൾ വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ ഹമാസ് ഉദ്ദേശിക്കുന്നില്ല, അതിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ മധ്യസ്ഥർ മുഖേന അമേരിക്കയെ അറിയിക്കുകയാണ്, ഇപ്പോൾ വെടിനിർത്തുക എന്ന് പറയുന്നതിൽ അത് ഇസ്രായേലിന് എന്തും ചെയ്യാനുള്ള അവകാശമായി മാറരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം വെടിനിർത്തലിന് ശേഷം ഒരിക്കലും ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചിട്ടില്ല എന്നും ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഈ ഒരു യെല്ലോ ലൈൻ എന്ന പേരിൽ ഗസയെ 2ആക്കി മുറിച്ച് ഇസ്രായേലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അതിർത്തി രേഖ, ആ അതിർത്തി രേഖയും കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് പോകുന്നത്, ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലായിടത്തും 300 മീറ്ററിന്റെയും 500 മീറ്ററിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നു കയറുകയും വീണ്ടും അവിടെയുള്ള ആളുകളെല്ലാം ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏതർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വെടിനിർത്തലാണ്. അത് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ഹമാസ് പോവുകയാണ്.